ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Ani'sTechFactory. ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ മെത്തേഡേ നിങ്ങൾ ഫോളോ ചെയ്യൂ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇതിനു വേണ്ടി സ്കിന്നൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത കട്ല മീൻ 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചില്ലി പൗഡർ, പെപ്പർ, ഗാർലിക്, ജിഞ്ചർ, സ്മോൾ ഒനിയൻ, ലെമൺ ജ്യൂസ്, സാൾട്ട്, റൈസ് ഫ്ലോർ, ഓയിൽ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഒരു മിക്സി ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്, ഒനിയൻ, ജിഞ്ചർ, 1/2 ടീസ്പൂൺ പെപ്പർ, 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഫിഷിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. മസാലകളെല്ലാം ഫിഷിലേക്ക് നന്നായി പിടിക്കുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റെങ്കിലും വെച്ചാൽ വളരെ നല്ലതാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റൈസ് ഫ്ലോർ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തു വെച്ചിരുന്ന ഫിഷ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വച്ചിട്ടുണ്ട്. മീൻ പീസുകൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയാണിത്. ഇനി ഇതിൽ നിന്നും ഓരോ പീസും എടുത്ത് റൈസ് ഫ്ലോറിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഫ്ലോർ എല്ലായിടത്തേക്കും വരത്തക്കവണ്ണം ഇതുപോലെ നല്ല ഒരു തിക്ക് കോട്ടിംഗ് ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മേലെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടായിരിക്കും ഇരിക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഓയിലിൽ മസാലകളൊന്നും ഉതിർന്നു പോവുകയുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാം. എല്ലാ പീസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ പീസായതുകൊണ്ട് ഒരു സൈഡ് നല്ലതുപോലെ മൊരിയുന്നതിന് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിക്ക് കോട്ടിംഗ് കൊടുക്കുന്നത് കൊണ്ട് സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴുള്ള ഒരു സ്മെല്ലായിരിക്കില്ല. പകരം നമ്മുടെ മാരിനേറ്റ് ചെയ്ത മസാലകൾ മൂക്കുന്ന ഒരു നല്ല ടേസ്റ്റി സ്മെല്ലായിരിക്കും ഇതിന് വരിക. നമുക്കിനി അടുത്ത സൈഡ് മൊരിഞ്ഞോ എന്ന് നോക്കാം. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഏതുതരം മീനുകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ മീനായ നെത്തോലിയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ ചിപ്സ് പോലെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്കിനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എല്ലാവരും ഈ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും, പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, until then, see you in the next video.